ഇന്നത്തെ എൻ്റെ റെസിപ്പി പനീർ കറിയാണ്. നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിക്കത്തില്ലേ, ആ ഒരു ടേസ്റ്റിലാണ് ഞാനിന്നിവിടെ പനീർ കറി ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കിയേക്കുന്നത് നമുക്ക് നോക്കിയാലോ. പനീർ ഞാൻ വെളിയിൽ നിന്ന് വാങ്ങിയ പനീറാണ്, വീട്ടിലുണ്ടാക്കിയതല്ല. അപ്പം അതൊരു 200 ഗ്രാമിൻ്റെ പനീറാണ് ഞാൻ വാങ്ങിച്ചത്. എന്നിട്ട് അതൊരു ക്യൂബ് സൈസിൽ കട്ട് ചെയ്തെടുക്കണം നമുക്ക് ആദ്യം. പനീർ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ബട്ടറാണ് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് നെയ്യിൽ വേണമെന്നുണ്ടെങ്കിലും യൂസ് ചെയ്യാം, അതും ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ കരിഞ്ഞു പോകരുത്, കുറച്ചൊരു ബ്രൗൺ കളറിൽ വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മളിങ്ങനെ ഫ്രൈ ചെയ്ത പനീർ ഡയറക്റ്റ് പച്ചവെള്ളത്തിലിടണം, ഇല്ലയെന്നുണ്ടെങ്കിൽ കുറച്ച് കട്ടിയായിരിക്കും. ഇപ്പോൾ പച്ചവെള്ളത്തിലൊക്കെ ഇട്ടിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ അതിനു വേണ്ടി കറി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു വലിയൊരു സവാളയും 3 പച്ചമുളകും ഒരു തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളി ആവശ്യത്തിന്, എന്നിട്ട് അത് ഞാൻ ബട്ടറിലാണ് വഴറ്റിയത്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് കുരുമുളകും 2 ഏലക്കായും 2 ഗ്രാമ്പും കൂടെ ഇട്ട് വഴറ്റി കൊടുക്കുന്നുണ്ടേ. അതിൻ്റെ കൂടെ തന്നെ 7-8 നട്ട്സും കൂടെ, ഞാൻ നട്ട്സ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്നതാണ്, നട്ട്സും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടെ. ഇതെല്ലാം കൂടെ വഴറ്റിയിട്ട് തണുത്തിട്ട് നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കണം. ഇങ്ങനെ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. നമ്മൾ പനീർ വഴറ്റി ആ പാനിൽ തന്നെ ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യും 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം 2 ബേ ലീഫ്, ഒരു 1/2 ടീസ്പൂണ് ചെറിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. ബേ ലീഫും ചെറിയ ജീരകവും ഒന്ന് മൂത്തിട്ട് ചെറുതായിട്ടൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കണം. ചൂട് ഉള്ളപ്പോൾ ഇട്ട് കൊടുത്താൽ ഇത് കരിഞ്ഞു പോകും. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ കറിയുടെ ടേസ്റ്റേ മാറും. അപ്പോൾ അത് വളരെ സൂക്ഷിച്ച് വേണം ചെയ്യാൻ. അപ്പം ഞാനിത് കറക്റ്റ് ടൈമിനാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അതിനകത്ത് അതൊന്ന് നല്ല വഴറ്റിയിട്ട് അതിനകത്ത് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന പേസ്റ്റ് ഒഴിച്ചു കൊടുക്കണം. സവാളയും തക്കാളിയും ഇഞ്ചി എല്ലാം കൂടെ അരച്ച് വെച്ചിട്ടില്ലേ, അത് ഒഴിച്ചു കൊടുക്കണം. അതൊന്ന് വഴറ്റിയതിന് ശേഷം മിക്സിയിൽ ഒന്നുകൂടെ കഴുകി ആ വെള്ളം കൂടെ ഇതിനകത്ത് മിക്സ് ചെയ്യണം. എന്നിട്ട് ഒന്നുകൂടെ ഇതെല്ലാം കൂടെ ഇട്ട് മിക്സ് ചെയ്യണം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. അപ്പോൾ ഇത് എന്നിട്ട് എല്ലാം കൂടെ തിളച്ച് വരുമ്പോഴാണ് നമ്മൾ ഫ്രൈ ചെയ്തേക്കുന്ന പനീർ വെള്ളത്തിനകത്തുനിന്ന് എടുത്ത് നമ്മൾ ചെറുതായിട്ടൊന്ന് പിഴിഞ്ഞിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. എന്നിട്ട് അടച്ചു വെച്ചിട്ട് അതൊന്ന് പറ്റിച്ചെടുക്കണം. എന്നുവെച്ചാൽ ഇത് ലൂസായി ഇരിക്കാൻ പാടില്ല, ഈ കറി നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. അതിന് ശേഷം 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നല്ല ഒന്നുകൂടെ മിക്സ് ചെയ്യണം. നല്ല ടേസ്റ്റാണ്, അടിപൊളി ടേസ്റ്റായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്കാണെന്നുണ്ടെങ്കിൽ കസൂരി മേത്തി ഇല്ലേ, കസൂരി മേത്തി ആണെന്നുണ്ടെങ്കിൽ കുറച്ച് കയ്യിൽ ഒന്ന് ക്രഷ് ചെയ്ത് അതിന് ആവശ്യത്തിന് കൂടരുത്, അതും ആവശ്യത്തിന് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യുമ്പം നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള പനീർ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയോ ബട്ടൂരയുടെ കൂടെയോ പിന്നെ പൊറോട്ടയുടെ കൂടെ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ, എല്ലാവരും പനീർ കറി അതിൻ്റെ കൂടെയൊക്കെ കഴിക്കുന്നതായിരിക്കുമല്ലോ. നല്ല ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഞാനിപ്പോൾ ഇവിടെ ചപ്പാത്തിയുടെ കൂടെയാണ് പനീർ കറി ഉണ്ടാക്കിയത്. എല്ലാവരും ട്രൈ ചെയ്യുക. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അതേപോലെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത നല്ല ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.